അവസരം, വരുമാനം, തീരുമാനം. ഈ 3 വാക്കുകളുടെ പ്രാധാന്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈ 3 വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു വെക്കുന്നത് പോലെയാണ്. നമുക്ക് സംസാരിക്കാനുള്ളത് മലയാള സിനിമയിലെ സ്ത്രീ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ, ഇതിപ്പോൾ ജൂൺ മാസം 6ാം മാസമാണ്, ഒരു വർഷത്തിൻ്റെ പകുതിയാവുന്നു. അപ്പോൾ ഇത്രയും നാളുകൾക്കിടയിൽ മലയാളത്തിൽ റിലീസായിട്ടുള്ള സിനിമകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരംഭിച്ച ഒരു ഡിസ്കഷനാണ് നമ്മുടെ മലയാള സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ, പുരുഷ കേന്ദ്രീകൃതമായ കഥകളും അത്തരം കഥാപാത്രങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന സിനിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ്. ഇപ്പോൾ ഹിറ്റായ സിനിമകളിലൊക്കെ നിങ്ങൾക്ക് എന്താ ഒരു 4 സ്ത്രീ കഥാപാത്രങ്ങളെ നിറച്ചൂടെ എന്നുള്ള ചോദ്യമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞു പോകുന്ന 6 മാസത്തിൽ മലയാളത്തിൽ റിലീസായ ശ്രദ്ധേയമായ സിനിമകളെക്കുറിച്ച്, അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, അതിനെ വെച്ചുകൊണ്ടൊന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ കോർ ഇഷ്യൂയിലേക്ക് വരാം. ഇക്കൊല്ലം റിലീസായ എല്ലാ പടങ്ങളും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതെനിക്കിപ്പോൾ കേൾക്കണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. മെയിൻ പാർട്ടിലേക്കുള്ള ടൈം സ്റ്റാമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വർഷം റിലീസായ സിനിമകളിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വരികയും ആ കഥാപാത്രങ്ങൾ അത്രത്തോളം ശക്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആട്ടം എന്ന സിനിമയാണ്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോകത്ത് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ, അതുപോലെ മനുഷ്യൻ്റെ സ്വാർത്ഥതയെ, അങ്ങനെ ഒരുപാട് എലമെൻറ്റുകളെ സ്പർശിക്കുന്നൊരു സിനിമയാണ്. ഈ വർഷം റിലീസായ സിനിമകളിൽ ഏറ്റവും ഗംഭീരമായ സിനിമകളിൽ ഒന്ന്, ഇതുവരെയുള്ള ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും ഗംഭീരമായ സിനിമാ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ആട്ടം. അടുത്തത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഈ വർഷം റിലീസായ സിനിമകളിൽ ഏറ്റവും വലിയ വിജയമായ, ഒരുപക്ഷെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു, മഞ്ഞുമൽ ബോയ്സ്. ആ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ ഒരു റീസൺ, കുറച്ച് ആൺകുട്ടികൾ ഒന്നിച്ച് നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിക്കുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ അനാവശ്യമായി തിരികെ കയറ്റേണ്ട കാര്യമില്ല. അപ്പോൾ പോലും ആ സിനിമയിൽ അതിഗംഭീരമായി എന്നെനിക്ക് തോന്നിയ 3 കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് സുഭാഷിൻ്റെ, അതായത് ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അമ്മയെ അവതരിപ്പിച്ച അഭിനേത്രി ഗംഭീരമായിട്ട്, അവരുടെ പെർഫോമൻസ് മാത്രമല്ല, ആ കഥാപാത്രം അവർ കടന്നു വന്നൊരു പെയിനുണ്ട്, 2 മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു പെയിൻ, അതിലൊരാൾക്കൊരു അപകടം പറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അവൻ്റെ കൂട്ടുകാരോട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുശേഷം അവർ തെറ്റ് മനസ്സിലാക്കി വരുന്ന മൊമെൻറ്റിനെയൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അത് ആ അഭിനേത്രി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ 2 പേരുണ്ട്. ഒന്ന് തമിഴ്നാട്ടിൽ അവർ ആദ്യം മീറ്റ് ചെയ്യുന്നൊരു ഡോക്ടറുണ്ട്. ഈ പോലീസുകാരെ കൊണ്ടൊന്നും കാര്യമില്ല, ഫോറസ്റ്റിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആളെ മാറ്റണം എന്ന് പറയുന്ന ആ ഡോക്ടർ, അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയതിന് ശേഷം ശ്രീനാഥ് ഭാസി ചെന്ന് മീറ്റ് ചെയ്യുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ, അതും ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വരുന്നത്. ആ കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയമാണ് അവർ സ്ക്രീനിലുള്ളതെങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ ആ കഥാപാത്രങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം അമല പോൾ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം തന്നെയാണ്. പക്ഷേ അവിടെയും നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള അയാളുടെ ഒരു ആഗ്രഹം ജനിപ്പിക്കൽ എന്ന് പറയുന്നൊരു എലമെൻറ്റിന് അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വളരെ ലെയർഡായിട്ടുള്ള അങ്ങനെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ആവേശം എന്ന സിനിമയിലേക്ക് വരുമ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം ഓൾമോസ്റ്റ് ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് അമ്മയാണ്. അത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗണ്ണയുടെ അമ്മയാണെങ്കിലും, ഇനി അതല്ല ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം അയാളോട് മോൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്ന അമ്മയാണെങ്കിലും, ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഉള്ളിലെ കരയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. സഹായത്തിന് വേണ്ടി തൻ്റെ കണ്ണീര് കാണാനും അത് തുടയ്ക്കാനും സാരമില്ല മോനെ, അമ്മയുണ്ട്, മോൻ ഹാപ്പി ആയിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഇന്നർ ചൈൽഡുണ്ട്. ആ ചൈൽഡിനെ ടച്ച് ചെയ്യാൻ കഴിയാതെ പോയൊരമ്മയും, അറിയാതെയാണെങ്കിലും അവിടെ തൊട്ടുപോയൊരമ്മയും, അങ്ങനെ ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫീല് ആ സിനിമയിലുടനീളം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ പ്രേമലുവിലേക്ക് വരുമ്പോൾ മമിത ബൈജു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, അഖില ഭാർഗവൻ ചെയ്തിട്ടുള്ള കഥാപാത്രം, അതായത് ഒരു ടിപ്പിക്കൽ പരിപാടി ഉണ്ടല്ലോ, നായകനൊരു പെൺകുട്ടിയോട് പ്രേമം തോന്നുന്നു, നായികയുടെ കൂട്ടുകാരിക്ക് ആകെ ചെയ്യാനുള്ളത് നീ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, നീ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ എന്ന് വല്ലപ്പോഴും ഒരു ഡയലോഗ് പറയുന്ന ഒരു കൂട്ടുകാരി കഥാപാത്രമായിരിക്കും. നായകനൊരു ഫ്രണ്ട് ഉണ്ടാവും, ഫ്രണ്ട് ഇങ്ങനെ കൂടെ നടക്കുന്നു, അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നായികയ്ക്കും നായികയുടെ കൂട്ടുകാരിക്കും ഒരു ക്യാരക്ടറുണ്ട്. അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അവരുടെ കൂടി ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ
നസ്ലിൻ്റെ പ്രപ്പോസൽ ആദ്യം റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഇവർക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് എനിക്ക് ഇവനെ വേണ്ടെന്ന് വെക്കാനുള്ള കാര്യകാരണങ്ങളുണ്ടെന്നും ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അവൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തും ഒരു വേൾഡ് ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ അനശ്വര രാജൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമാണ് സിനിമയിൽ ഉടനീളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത്. അവിടെ ഒരു പോലീസുകാരി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് യെസ് സർ, ഓക്കെ സാർ എന്നൊക്കെ പറയുന്ന സ്ഥിരം പോലീസ് സഹകഥാപാത്രങ്ങൾക്ക് അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അനശ്വര അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനും നായകൻ്റെ പ്രതികാരത്തിന് കാരണമായേക്കാവുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയൊരു റോൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറയുന്നത് ഇതൊന്നും കുറ്റാണെന്നല്ല കേട്ടോ. ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീ കഥാപാത്രത്തിന് കുത്തി നിറച്ചില്ലല്ലോ എന്ന് പറയുന്നൊരു കുറ്റപ്പെടുത്തലല്ല. അവിടങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അനശ്വരയുടെ ക്യാരക്ടർ തന്നെ മുതലെടുക്കാൻ വരുന്നവനെ തിരിച്ചറിയുകയും അവനോട് പോടാ പുള്ളി എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ക്യാരക്ടറായി അവതരിപ്പിക്കപ്പെടുമ്പോഴും ആ ക്യാരക്ടറിന് സിനിമയുടെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നായകന് പ്രതികാരം ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട ആൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു അത്. ഖൽബിലേക്ക് വരുമ്പോഴും അവിടെ സഫർ ചെയ്യുന്നൊരു പെണ്ണിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നായികയുടെ അമ്മയെ കൂടി കണക്കിലെടുത്തുണ്ട്. അതായത് ആ സ്ത്രീ കഥാപാത്രങ്ങൾ തൻ്റെടിയായ ഒരു പുരുഷനാൽ കഷ്ടപ്പെടുന്നതിൻ്റെ അങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ അതിൽ വർക്കായിട്ടുണ്ട്. പിന്നെ വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ പേര് ഞാനിപ്പോൾ വിക്കിപീഡിയയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു, ഈ വർഷം റിലീസായ സിനിമകൾ. അതിൽ ഈ സിനിമയുടെ കഥ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രയും പോലും മറന്നു പോകുന്ന രീതിയിലാണ് ആ സിനിമ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല വേറെയും കുറേ സിനിമകൾ അതിൻ്റെ പേരിങ്ങനെ വായിച്ചിട്ട് ഇത് ഏത് പടം എന്നറിയാൻ ഞാൻ എൻ്റെ റിവ്യൂ തന്നെ പ്ലേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം പല സിനിമകളും OTT വന്നിട്ട് പോലുമില്ല. വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ സ്വാസികയുണ്ട്, മറീനയുണ്ട്, ഗ്രേസ് ഉണ്ട്. അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും പൊളിറ്റിക്കലി നിരവധി വിയോജിപ്പുകളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുപോയൊരു സിനിമയായിരുന്നു. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ അത് വാലിബൻ്റെ യാത്രയാണ്. ആ യാത്രയിൽ അയാൾ കണ്ടുമുട്ടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. പല രീതിയിൽ അയാളുമായിട്ട് ഇടപഴകുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. ചതി മകനെ ഉപദേശിച്ചു കൊടുക്കുന്നൊരു അമ്മയെ നമ്മളവിടെ കാണുന്നുണ്ട്. വഞ്ചകിയായ, ദുഷ്ടയായ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. വാലിബനായി കാത്തിരിക്കുന്ന സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു എക്സ്ട്രാ ഒരു സ്ത്രീ കഥാപാത്രം കൂടിയുണ്ട്. അവർ കാത്തിരിക്കുന്നത് അതുപോലെ മറ്റാരെയോ ആണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ്. അങ്ങനെ വാലിബൻ കണ്ടെത്തുന്ന കഥാപാത്രങ്ങളിൽ സ്ത്രീകളുമുണ്ട്. പല വിഭാഗത്തിൽപ്പെടുന്ന പലതരം ചിന്തകളുള്ള സ്ത്രീകളുണ്ട് എന്നുള്ള രീതിയിലാണ് ആ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമകളിൽ ഒന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ സിനിമയിൽ കുറച്ച് പോലീസുകാരും അവരുടെ അന്വേഷണം, ഒരു പോലീസ് കേസ് അന്വേഷണത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്നുള്ളൊരു ലെവലിലാണ് ആ സിനിമ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കേസ് അതിൻ്റെ തെളിയിക്കൽ, അതിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്ന് യക്ഷിയായിരുന്നു. കാര്യമായ ഇൻവോൾവ്മെൻ്റ് ഇല്ലായിരുന്നു എന്ന് തോന്നി. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ജനനം 1947 പ്രണയം തുടരുന്നു എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ. ഞാൻ എല്ലാവരോടും കണ്ടു നോക്കാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത്രയും ക്യൂട്ടായിട്ടുള്ള രസമുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം, വേറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, അവരൊക്കെ വളരെ രസമായി തന്നെ എഴുതപ്പെടുകയും സ്ക്രീനിൽ വരികയും ചെയ്തിട്ടുണ്ട്. ലീല എന്ന അഭിനേത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സ്ത്രീ കഥാപാത്രം, അവർ ജീവിതം ഒരുപാട് കണ്ട ഒരാളാണ്. അവർ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരാളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ള ഒരു സ്ത്രീ, അവരെങ്ങനെയായിരിക്കും ഓരോ സിറ്റുവേഷൻസിനെയും കൈകാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു സ്ത്രീയുടെ കാഴ്ചയിലൂടെ തന്നെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ട് വിലയിരുത്താവുന്നതാണ്. നേരത്തെ നമ്മൾ ആട്ടം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായി വരികയും ആ കഥാപാത്രത്തിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്ത സിനിമകളിലൊന്നാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കല്യാണി പ്രിയദർശൻ അടക്കം സ്ത്രീ കഥാപാത്രങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ആ സിനിമ എൻറ്റയർലി ഈ രണ്ട് കൂട്ടുകാർ, അവരുടെ യാത്ര, ഒരാൾ മുങ്ങിയും പൊങ്ങിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റേ ആൾ വലിയ ഉയരങ്ങളിലേക്കും അവിടുന്ന് വലിയ താഴ്ചയിലേക്കും യാത്ര ചെയ്തു, അങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ കൂടെ വരുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഞാൻ ചോദ്യം ചെയ്യപ്പെടേണ്ട കുറച്ച് എലിമെൻറ്റുകൾ അതിലുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ നമ്മൾ പവി കെയർടേക്കർ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സിനിമയുടെ അവസാന നിമിഷം വരെയും ആരാണ് ഇതിലെ നായിക എന്ന് പറയുന്നൊരു സസ്പെൻസ് നിലനിർത്തി മുന്നോട്ട് പോകാനും അവർക്ക് കുറേയൊക്കെ സാധിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സിനിമയെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നായകനൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ആളാരാണ് എന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി
അതിനെ ഫീൽ ചെയ്യും. ഇപ്പോൾ നായകൻ്റെ അയാളുടെ ഒരു വലിയ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ സിനിമ കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിച്ച് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഈ സിനിമകളിൽ സ്ത്രീകളെ ഇങ്ങനെ അവതരിപ്പിക്കണമായിരുന്നു എന്ന് അടിച്ചേൽപ്പിക്കുന്ന ചിന്തകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ സിനിമയിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. നടികർ തിലകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നായികയുണ്ട്, മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നായികയുണ്ട്, ടർബോയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നായികയുണ്ട്. ഈ നായികമാർക്കൊക്കെ അപ്പുറത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള സിനിമ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പഞ്ചിങ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീ കഥാപാത്രത്തെ അത്രയും ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടർബോയിലെ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച കഥാപാത്രം ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ 2 നായികമാരുണ്ട്. അപ്പോൾ പോലും ആ 2 നായികമാർക്ക് നായകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാസ്റ്റിൻ്റെ ഒരു കുത്തോ കോമയോ ഇടുന്നത് പോലത്തെ ഒരു റോളേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ അനശ്വരയുടെ കഥാപാത്രമാണെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു അവതരണമൊക്കെ ആയിരുന്നു. ആ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പെരുമാനിയിലേക്ക് വരുമ്പോൾ കുറേ കൂടി സ്വന്തമായി ചിന്തിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിലേക്ക് വരുമ്പോഴും സുരേഷിൻ്റെ ഒരു യാത്രയാണ് സുമലതയിലേക്ക് എത്താൻ വേണ്ടി എന്നുള്ള രീതിയിലാണ്. മന്ദാകിനിയിലേക്ക് വരുമ്പോഴാണ് സ്ട്രോങ് മാത്രമല്ലല്ലോ, പല തരത്തിൽപ്പെടുന്ന ആളുകളെ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പല തരത്തിൽപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ ഒരുപക്ഷെ കൂടുതലായിട്ട് നമ്മളൊരു മലയാള സിനിമയിൽ കാണുന്നത് ഈ വർഷം റിലീസായ സിനിമകളെ പരിഗണിക്കുമ്പോൾ അത് അവർ അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ മാസ് സീനൊക്കെ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നതും മന്ദാകിനിയിലാണ്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് വെച്ചാൽ ഇന്ന് ജൂൺ മാസം 15-ാം തീയതി, ഇന്ന് ഈ ദിവസം വരെയും റിലീസായ മറ്റ് സിനിമകൾ എനിക്കങ്ങനെ പറയത്തക്ക ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട സിനിമകൾ എന്ന് പറയുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. ഇത്രയുമാണ് ഈ വർഷം റിലീസായ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നൊരു പോയിന്റ് വെച്ചുകൊണ്ട് അളക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുന്നു എന്നുള്ളത് ഒരു വിഷയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. കഥാപാത്രം വരുമ്പോൾ അങ്ങ് ചെയ്താൽ പോലെ ഇതിലിപ്പോൾ എന്തെത്ര കാര്യമുള്ളൂ എന്ന് വേണമെങ്കിൽ തോന്നാം. കേരളത്തിൽ ജനസംഖ്യ അനുപാതം നമ്മൾ പരിഗണിക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള സ്ത്രീകളാണ്. അതായത് ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വരുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഫോമിൽ ഇല്ലാതെ ആവുകയാണ്, അല്ലെങ്കിൽ ആ ജെൻഡറിനെ റെപ്രസെൻ്റ് ചെയ്യപ്പെടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നുണ്ടോ? ഈ ആൺപെൺ വ്യത്യാസം എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു വിഭാഗം വെച്ചിട്ട് പറയാം, ഭാഷാടിസ്ഥാനത്തിൽ പറയാം. കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശമുണ്ടല്ലോ, ഈ ഭൂപ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി സിനിമകളാണ് എന്ന് വിചാരിക്കൂ. ഈ ഭൂപ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത് മലയാളം മാതൃഭാഷയായി സംസാരിക്കുന്ന ആളുകളാണല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഹിന്ദി സിനിമകളാണെന്ന് നോക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂപ്രദേശത്തെ സിനിമാ വ്യവസായത്തിനെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്, അല്ലെങ്കിൽ അവർക്കതിനുള്ള ശേഷിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആർട്ട് ഫോമുകളുടെ ഒരു കൂടിച്ചേരലാണ്. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അഭിനയമുണ്ട്, ഫാഷനുണ്ട്, വസ്ത്രാലങ്കാരമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. അങ്ങനെ ഒരു ആർട്ട് ഫോമിൽ ഈ ഭൂപ്രദേശത്ത് ഏറ്റവും അധികമുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം ഇല്ലാതെ വരിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ജെൻഡറിനെ റെപ്രസെൻ്റ് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ആൻഡ് സിനിമ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ആർട്ട് ഫോമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്നൊക്കെ നമ്മൾ ക്ലീഷേഡായിട്ട് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് മുതൽ അസാധാരണമാം വിധം ജീവിക്കുന്ന ആളുകൾ വരെ കാണുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. അങ്ങനെ ഒരു ആർട്ട് ഫോമിൽ ഒരു പെർട്ടിക്കുലർ ജെൻഡറിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഹീറോയിസവും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവരുടെ പരിതാപങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ, അവതരിപ്പിക്കപ്പെടുന്നുള്ളൂ. ശരി, ഇത് മുഴുവൻ വായിച്ചു കളയും. നമ്മൾ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്ന ഡിസ്കഷനിൽ നിന്ന് മാറിയിട്ട് കഴിഞ്ഞ 6 മാസം മലയാളത്തിൽ ഇറങ്ങിയ സിനിമകൾ മുഴുവൻ സ്ത്രീ കേന്ദ്രീകൃത സിനിമകളായിരുന്നു, പുരുഷ കഥാപാത്രങ്ങളെ കാണാനില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ ഇതേ ഡിസ്കഷൻ തന്നെയാണ് നടത്തുക. മാത്രമല്ല, ഇതൊരു ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടി കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1970-കളിലോ മറ്റോ റിലീസായിട്ടുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തിലെ ആളുകളുടെ വസ്ത്രധാരണ രീതി കാണാൻ പറ്റും, ആ കാലഘട്ടത്തിലെ ആളുകളുടെ ആഹാര രീതി കാണാൻ പറ്റും, ആ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിത ശൈലി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും, ഭൂപ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊരു ധാരണ കിട്ടും, വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ നിന്ന് മാത്രം കിട്ടും. നമ്മൾ സോഷ്യോളജി ടെക്സ്റ്റ് ഒന്നും മറിച്ച് നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളൊന്നും പരതേണ്ട കാര്യം പോലുമില്ല. സിനിമകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ആ കാലഘട്ടങ്ങളിലെ സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു, പുരുഷന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനോട് എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, പ്രായമായ ആളുകളും ചെറുപ്പക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു പക്ഷേ ഒരു 20, 30, 50 വർഷങ്ങൾക്ക് ശേഷം ആ കാലഘട്ടത്തിൽ അവർ
തിരിഞ്ഞ് കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമകളാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ പോപ്പുലർ ആർട്ട് ഫോമിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നൊരു ജെൻഡറിന് അപ്പുറത്തേക്ക് മറ്റാർക്കും തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുകയോ അവരൊന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമൂഹത്തിനെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ വിലയിരുത്തുക എന്നൊന്ന് ആലോചിച്ച് നോക്കും. കാര്യം നമ്മൾ പുരോഗമനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയും. മിക്കവാറും മതങ്ങളൊക്കെ പറയുന്നത് സ്ത്രീകളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടാണ്. ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷേ കഴിഞ്ഞൊരു 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ മാത്രം സിനിമകളിലെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവായിരുന്നു. ഇനി സിനിമ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആർട്ട് ഫോം അല്ലെങ്കിൽ ചരിത്രത്തെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിലൊക്കെ പരിഗണിക്കുന്നത് പോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് കഴിവുള്ള ആളുകൾക്ക്, കഴിവ് തെളിയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന, വലിയ രീതിയിൽ ധനസമ്പാദനം നടത്താൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ് അല്ലെങ്കിൽ ഒരു വ്യവസായമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ജനസംഖ്യ അനുപാത കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള പ്രതിഭകൾക്ക് കൂടുതൽ അവസരം കൊടുക്കത്തക്ക രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമിൽ ഇല്ല. അതുപോലെ തന്നെ പല നടന്മാരും അതുപോലെ പല പ്രൊഡ്യൂസേഴ്സും ഒക്കെ വന്നിരുന്ന് പറയാറുണ്ട്, ഞങ്ങൾ ഇത്രയുമൊക്കെ ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. അവർ ഇത്രയുമൊക്കെ ടാക്സ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയുമൊക്കെ വരുമാനം അതിൽ നിന്നുണ്ടാവുന്നത് കൊണ്ടാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലോ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോ എന്ന നിലയിൽ ഏറ്റവും അധികം ധനം സമ്പാദിക്കാൻ പറ്റുന്ന, ഏറ്റവും അധികം റിസ്ക് ഉണ്ട് അതൊരു കാര്യം, അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് സിനിമ എന്ന് പറയുന്നത്. ആ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ സിനിമയിൽ ഈ ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ക്യാമറയുടെ പിന്നിലുള്ള കണക്കും കൂടി നോക്കണം. അപ്പോൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് അവസരങ്ങളും ധനസമ്പാദന മാർഗവുമാണ്. അടിസ്ഥാനപരമായി ഈ മൂലധനം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ പണമുള്ളത്, ആരാണോ ഈ മൂലധനം കയ്യിൽ വെച്ചിരിക്കുന്നത്, അയാൾക്കാണ് കൂടുതൽ അധികാരങ്ങളുണ്ടാവുക, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിവിലേജുകൾ ഉണ്ടാവുക. വലിയൊരു പൊളിറ്റിക്സാണ്. നമ്മൾ ഈ ചരിത്രത്തിലുടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നയാൾ ആരാണ്? എ എന്ന് പറയുന്ന ഒരാളാണ് തീരുമാനമെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഈ എ എന്ന് പറയുന്ന ഒരാൾ തീരുമാനമെടുക്കുന്നതിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ മെയിനായിട്ട് പരിഗണിക്കേണ്ടത്. ഈ മെയിനായിട്ട് പരിഗണിക്കുന്ന ഈ ആളില്ലേ, എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന, കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ പോകണം എന്നുള്ളൊരു ധാരണയിൽ മറ്റുള്ളവരെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ആ പ്രധാനപ്പെട്ട വ്യക്തി, അയാൾക്ക് തന്നെ ആയിരിക്കും വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ വരുമാനമുള്ള ആളുകൾ അയാളിലേക്ക് കൊടുക്കുകയും അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ചെയ്യുന്നൊരു രീതി ഉണ്ടാവും. നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ അവസരങ്ങൾ കൂടുതൽ കിട്ടുകയും പണം കൂടുതൽ കയ്യിലേക്ക് വരികയും ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ തന്നെയാണ് അധികാരം ഉണ്ടാവുക. അവരുടെ കംഫർട്ടിനനുസരിച്ചാണ് തീരുമാനങ്ങളുണ്ടാവുക. പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രം വിഷയമൊന്നുമല്ല, ലോകമെമ്പാടും നടക്കുന്ന ഒരു ചർച്ച തന്നെയാണ്. കഴിഞ്ഞ 95 വർഷത്തെ കണക്കെടുക്കുമ്പോൾ, ഈ പ്രാവശ്യത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ്, 95 വർഷത്തിനിടയ്ക്ക് ഓസ്കാറിൽ ഇതുവരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 17% മാത്രമാണ് സ്ത്രീകൾ വരുന്നത്. അതായത് ഇക്കണ്ട കാലം അത്രയും അവാർഡ് വാങ്ങിയ ആളുകളെക്കുറിച്ചല്ല, അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ്. അതൊരു വളരെ വലിയൊരു ലിസ്റ്റാണല്ലോ. ആ ലിസ്റ്റിൽ തന്നെ വെറും 17% സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദളിതരും ആദിവാസികളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം മലയാള സിനിമയെ സംബന്ധിച്ച് പുറത്ത് തന്നെയാണ്. ഈവൻ ആദിവാസികളെ സിനിമയിൽ പോർട്രേ ചെയ്യുന്ന രീതി പോലും വളരെ വിമർശിക്കപ്പെടേണ്ട, വളരെ റോങ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. എടുത്തു പറയാൻ വർഷത്തിൽ 1-2 സിനിമകൾ ഉണ്ടെങ്കിൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയിലാണ് സിനിമകൾ ഉണ്ടാകുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ തീരുമാനമെടുക്കേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഇൻഡസ്ട്രിക്ക് അകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം ഇവിടെ മൂലധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന കാര്യമാണ്. അത് ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതലുള്ളത് അവരിൽ നിന്നാണ് തീരുമാനങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവേണ്ടത്, വ്യത്യസ്തമായൊരു ഭാവി നമുക്ക് വേണമെങ്കിൽ. സോ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ 3 വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല എല്ലായിടങ്ങളിലും അവസരങ്ങൾ ഉണ്ടാവണം പുതുതായിട്ട്. മാത്രമല്ല ഉണ്ടാക്കപ്പെടുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത്. അതിൽ നിന്ന് വരുമാനം ഉണ്ടാവണം. ആ വരുമാനവും വിവേചനങ്ങൾക്ക് അതീതമായിരിക്കണം. ആൻഡ് ഏറ്റവും പ്രധാനം തീരുമാനമാണ്. തീരുമാനമെടുക്കാനാവുന്ന പൊസിഷനിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ റെപ്രസെൻറ്റേഷൻ ഒറ്റയടിക്ക് ഒരു ദിവസം കിട്ടുമൊന്നുമില്ല, പൊരുതി നേടേണ്ടതാണ്, അധ്വാനിച്ച് നേടേണ്ടതാണ്. ആൻഡ് ആ പൊസിഷനിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കണം, നമ്മളെല്ലാവർക്കും തുല്യ പരിഗണനയാണോ നൽകുന്നത്, തുല്യ അവസരമാണോ നൽകുന്നത്, മതിയായ വരുമാനമാണോ കൊടുക്കുന്നത്. മലയാള സിനിമ അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ ഒന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസം റിലീസായ സിനിമകളിൽ വളരെ കുറച്ച് സിനിമകളാണെങ്കിലും വലിയ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്.
ഇൻഡസ്ട്രി ഒരു ഉണർന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 10-40 വർഷം കഴിഞ്ഞ് മലയാളത്തിലെ നല്ല ചില സിനിമകളൊക്കെ കാണുമ്പോൾ കണ്ടോ നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ സമൂഹം ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.